കോൺഗ്രസ് നയിക്കുന്ന ശ്രീ കെ.സി. വേണുഗോപാലിനെ കുത്തിച്ചാരി അടിച്ചാൽ നിങ്ങളുടെ റേറ്റിംഗ് വല്ലാതെ കൂടും, മലയാളികൾ വല്ലാതെ ധാരണ വേണ്ട. ആ ധാരണയിൽ നിങ്ങൾ നീങ്ങരുത്. വലിയ പോരാട്ടം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ എടുക്കേണ്ട കരുതലും കാതലും എന്താണെന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റമുണ്ടായാൽ അത് യങ് ജനറേഷനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ വേണമെന്നുള്ളതായിരുന്നു AICCയുടെ ചിന്ത. കെ.സിക്കെതിരെ RSSും RSSന്റെ സ്ലീപ്പർ സെല്ലുകളും ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ അത് പറഞ്ഞു. അപ്പം നിങ്ങൾ സൗകര്യപൂർവ്വം നല്ലതിനെ മറച്ചു വെച്ചിട്ട് ഇല്ലാത്തതിനെ പെരുപ്പിച്ചു കാട്ടി അങ്ങനെ ചെയ്യണ്ട. ശ്രീ കെ. സുധാകരൻ അറിയുന്നവർക്കറിയാം, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കേരളം മുഴുവൻ നാളുകളിലും ഉപയോഗിക്കാവുന്ന തരത്തിൽ ഉയർത്തുകയാണ് ചെയ്തത്. ആറ്റിങ്ങലിൽ, ആലപ്പുഴയിൽ, അന്തിക്കാട്, കണ്ണൂര്, കാസർഗോഡ് ഉൾപ്പെടെ CPMന്റെ വോട്ട് ബേസുകൾ ഏതായിരുന്നോ അതെല്ലാം ഒന്നാകെ BJP ആയി. വരാൻ പോകുന്ന ബംഗാളിൽ CPM കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ വാടക കൊടുക്കേണ്ടി വന്ന പോലെ നിങ്ങൾ നോക്കിയോ 10 കൊല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ CPM ഒന്നാകെ BJP ആയി മാറും. ഇന്ത്യ രാജ്യത്തിൽ അമിത്ഷാ എഴുന്നേറ്റാൽ ഇപ്പുറത്ത് എഴുന്നേൽക്കുന്നത് കെ.സി. വേണുഗോപാലാണ് എന്ന് വന്നപ്പോൾ, ഇന്ത്യ രാജ്യത്തിൽ അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ അവിടെ നിന്ന് ആദ്യത്തെ എതിർശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ കെ.സി. വേണുഗോപാലാണെന്ന് വന്നപ്പോൾ. നമസ്കാരം. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരുമ്പോഴും കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ തെളിയിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് BRM ഷഫീർ, KPCC സെക്രട്ടറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷഫീറിനെ, എനിക്കൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഷഫീർ നമസ്കാരം. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വളരെയധികം വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? കാരണം പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും അതറിയാനുള്ള താല്പര്യമുണ്ട്. എന്ത് വിവാദമാണ് ഉദ്ദേശിച്ചത്? അതായത് കെ. സുധാകരൻ 4 വർഷം മുമ്പ് KPCC അധ്യക്ഷനായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ 3 മാസത്തിനുള്ളിൽ പുനഃസംഘടന ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ 4 വർഷങ്ങൾക്കിപ്പുറം തീർത്തും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പ്രവർത്തകർക്ക് അധികം പരിചയമില്ലാത്ത സണ്ണി ജോസഫിനെ പോലെ ഒരാൾ KPCC അധ്യക്ഷനായി വരുമ്പോൾ അത് പലർക്കും പല രീതിയിലുള്ള കിംവദന്തികളോ അല്ലെങ്കിൽ കുപ്രചരണങ്ങളോ എന്നൊക്കെ നമുക്ക് പറയാം നടക്കുന്നുണ്ട്. അതേക്കുറിച്ചാണ് ചോദിച്ചത്. ഇത് തികച്ചും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം കോൺഗ്രസിനുണ്ട്. വാർത്താമാധ്യമങ്ങൾ, ഞാനിങ്ങനെ പല ഓൺലൈൻ ചാനലുകളും ശ്രദ്ധിക്കുകയായിരുന്നു. ഈ എല്ലാത്തിലും പ്രതികരിക്കുന്ന ചില ഓൺലൈനിൻ്റെ ചാനലുകളുണ്ട്. എന്താ അവരുടെ സമീപനം? അവരൊരു പ്രത്യേക വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അവരെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എന്തോ വലിയ വിവാദം സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ വിളവെടുത്ത് കളയാം എന്നുള്ള ധാരണയിലാണ് അവർ നീങ്ങിയിരിക്കുന്നത്. ഞാനതിൽ 1-2 ആളുകളെ കൃത്യമായി തന്നെ അവരുടെ ചാനലിൻ്റെ ഇൻ്റർവ്യൂകൾ ശ്രദ്ധിച്ചിട്ട് പറയുകയാണ്. ഞാൻ ഒരാളെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്ത് ജുഗുത്സാവകമായിട്ടാണ് വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്നത്? ഈ വ്യക്തിഹത്യ എന്ന് പറയുമ്പോൾ അത് ആരെയാണ്? ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതൊരു വ്യക്തിയല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അല്ല, അതൊരു ഒരു 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 ഫോറമാണ്. പല ആളുകളും അടങ്ങുന്നതാണ്. അത് അവരൊരു തീരുമാനമെടുത്തു. 4 കൊല്ലം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ മുഴുവൻ PCCകളെയും മാറ്റാൻ തീരുമാനിച്ചു. 4 കൊല്ലം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ മുഴുവൻ PCCകളെയും മാറ്റാൻ തീരുമാനിച്ചു. 4 കൊല്ലം പൂർത്തിയാക്കിയ 6 PCC പ്രസിഡന്റുമാരെ നിലവിൽ മാറ്റി. അതിൽ ഒരെണ്ണമാണ് കേരളത്തിൽ 4 കൊല്ലം പൂർത്തിയാക്കിയ ശ്രീ കെ. സുധാകരൻ നേതൃത്വത്തിലുണ്ടായിരുന്ന PCC. ആ PCCയെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും 4 കൊല്ലം പൂർത്തിയാക്കിയിട്ടോ നാളെ മുതൽ നിങ്ങളെ മാറ്റുകയാണ് എന്നല്ല. 4 കൊല്ലം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പാർട്ടിയുടെ ഇൻചാർജ് ജനറൽ സെക്രട്ടറിയെ കൊണ്ട് റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം ഒരു തലമുറ മാറ്റം, ഒരു പുതിയ ഇന്നോവേഷൻ, ഒരു പുതിയ തലമുറയിലെ പുതിയ ഒരു ടീമിലേക്ക് ഏൽപ്പിക്കും. പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ വലിയ പോരാട്ടം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ എടുക്കേണ്ട കരുതലും കാതലും എന്താണെന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റമുണ്ടായാൽ അത് യങ് ജനറേഷനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ വേണമെന്നുള്ളതായിരുന്നു AICCയുടെ ചിന്ത. ഈ എല്ലാ കാര്യങ്ങളും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് 4 കൊല്ലം പൂർത്തിയാക്കി 4.5 കൊല്ലത്തിലേക്ക് നീങ്ങുന്ന KPCC അധ്യക്ഷനായിരുന്ന ശ്രീ കെ. സുധാകരനെ അദ്ദേഹം ഡൽഹിയിൽ വിളിപ്പിച്ചു. 1 അല്ല 2 തവണ വിളിപ്പിച്ചു. 2 തവണ വിളിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കൃത്യമായി തന്നെ 4 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ ഒട്ടും മോശമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പേരുള്ള കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെ
നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ പുനഃസംഘടനയുടെ പ്രോസസ്സ് നിങ്ങൾ നോക്കൂ. കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു. കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും വർഷങ്ങൾക്ക് ശേഷം പുനഃസംഘടിപ്പിച്ചത് ഇപ്പോഴാണ്. ആ പ്രോസസ്സിങ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അടിത്തട്ടിലെ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാ ജില്ലയിലും പൂർത്തിയായി. നിങ്ങൾ നേരത്തെ പറയുമ്പോൾ പുതിയ DCC അധ്യക്ഷന്മാരെ കെ സുധാകരൻ വന്നതിന് ശേഷം മാറ്റിയിരുന്നു. അല്ല, അതുണ്ടായി. പക്ഷേ മാറ്റിയിരുന്നു. KPCCയിലെ ഭാരവാഹികളിലും മാറ്റമുണ്ടായിരുന്നു. DCC ഭാരവാഹിയിൽ മാത്രമാണ് മാറ്റം ഉണ്ടാകാതെ ഇരുന്നത്. അഥവാ കെ സുധാകരൻ തുടങ്ങി വെച്ച പ്രോസസ്സ് പൂർത്തിയാകാതെ പോയ ഒരു ഘട്ടം കേരളത്തിൽ ശ്രീ VM സുധീരൻ പിന്നെ അധ്യക്ഷനായിരുന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത DCC ഭാരവാഹികളെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. DCC പ്രസിഡന്റുമാരുൾപ്പെടെ മാറിയിട്ടുണ്ട്. അപ്പോൾ പുനഃസംഘടനയുടെ പ്രോസസ്സിംഗ് ഒന്നുമല്ല ഇതിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. 4 കൊല്ലം പൂർത്തിയാക്കിയവരെ മാറ്റുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു ഫ്രഷ് പുതിയ മുഖം, ഒരു പുതിയ പിന്നെ യങ്സ്റ്റർ ലീഡർഷിപ്പിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, 2 തവണ ബോധ്യപ്പെടുത്തി. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും സണ്ണി ജോസഫിനെ പോലെ പലരും ചോദിച്ചത്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ ഉയർന്നിരുന്ന ചോദ്യം ആരാണ് ഈ സണ്ണി ജോസഫ് എന്നുള്ളതായിരുന്നു. അത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റല്ല. കാരണം അദ്ദേഹം കണ്ണൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ അതിനെ കേരളത്തിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രവർത്തകർക്കോ അദ്ദേഹത്തെ അറിയണമെന്നില്ല. അവരുടെ ചിന്ത എന്താണ്? അവരറിയുന്ന ഒരു നേതാവായിരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്തുകൊണ്ടാണ് തെറ്റിയത്? നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാവാത്തുണ്ട്. ഉദാഹരണത്തിന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ശ്രീ MV ഗോവിന്ദൻ. ശ്രീ MV ഗോവിന്ദൻ പിന്നെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് കടന്നു വരുമ്പോൾ വളരെ സീനിയോറിറ്റി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കുന്നതിന് മുതൽ EP ജയരാജൻ ഉണ്ടായിരുന്നു, AK ബാലൻ ഉണ്ടായിരുന്നു, PK ശ്രീമതി ഉണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ടായിരുന്നു. എന്നാൽ പരിഗണന കിട്ടിയത് ആർക്കാണ്? ഗോവിന്ദന്. എന്തായിരുന്നു പരിഗണന? വിഷയമുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ പാർട്ടിയെ നയിച്ച പാരമ്പര്യത്തിൻ്റെ ഉടമയാണെന്നുള്ളതായിരുന്നു. മാത്രമല്ല പാർട്ടിയുടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ളതായിരുന്നു ഒരു പരിഗണന. ആ പരിഗണനയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ പരിഗണനയിലാണ് മറ്റു പലരെയും മറികടന്നുകൊണ്ട്, സീനിയോറിറ്റിയെ പോലും മറികടന്നു, അതുകൊണ്ടാണ് EP ജയരാജൻ്റെ ഒരു കാലത്ത് തെറ്റിയിരുന്നത്, മറികടന്നുകൊണ്ട് ശ്രീ MV ഗോവിന്ദനെ പിന്നെ സംസ്ഥാന സെക്രട്ടറി ആക്കി. അതേ MV ഗോവിന്ദൻ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിൽ ആ 7 കൊല്ലക്കാലവും കണ്ണൂരിലെ ഞങ്ങളുടെ DCC അധ്യക്ഷനായിരുന്നു ആര്? സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഏറ്റവും വലിയ ഘടകമായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായി MV ഗോവിന്ദൻ എന്ന ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്ന കാലയളവിൽ കണ്ണൂരിലെ കോൺഗ്രസിനെ നയിച്ച DCC അധ്യക്ഷനായിരുന്നു സണ്ണി ജോസഫ്. നിങ്ങൾ CPMൻ്റെ സെലിബ്രിറ്റി മുഖമായിട്ട് പിണറായി വിജയന് ശേഷം എടുത്തുയർത്തിയത് ആരെയാണ്? ശൈലജ ടീച്ചറെയാണ്. ആ ശൈലജ ടീച്ചർ 2015 മത്സരിച്ചത് പേരാവൂരാണ്. ആ പേരാവൂരിൽ ഇതേ ഇമേജ് ഉണ്ടായിരുന്ന ശൈലജ ടീച്ചറെ ആയിരക്കണക്കിന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി പേരാവൂരിൽ നിന്ന് MLA ആയ ആളാണ് ശ്രീ സണ്ണി ജോസഫ്. അദ്ദേഹത്തിൻ്റെ സംഘടനാ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കണ്ട. കുഞ്ഞുകാലം മുതൽ സിൻഡിക്കേറ്റ് മെമ്പറായി തുടങ്ങി KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി, ശ്രദ്ധിച്ചു കേൾക്കണം, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി, അതിനുശേഷം DCCയുടെ ജനറൽ സെക്രട്ടറിയായി, കെ സുധാകരൻ്റെ കീഴിൽ DCC സെക്രട്ടറി ആയതിനു ശേഷം ശ്രീ കെ സുധാകരൻ ഒഴിയുമ്പോൾ 8 കൊല്ലക്കാലത്തോളം DCCയുടെ പ്രസിഡന്റായി, ഞങ്ങളുടെ ഏറ്റവും വലിയ കമ്മിറ്റിയായ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അഥവാ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമായി, 3 തവണ MLA ആയി. ഇത്രയേറെ കരിയർ ഉണ്ടായിരുന്ന ഒരാളിനെയാണ് നിങ്ങൾ അപ്രസക്തനാണ് അല്ലെങ്കിൽ ആർക്കും അറിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അത് MV ഗോവിന്ദന് കൃത്യമായിട്ട് അറിയാം, ശൈലജ ടീച്ചർക്ക് നിർബന്ധമായിട്ട് അറിയാം, ഈ കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ആക്ടിവിസ്റ്റിനും കൃത്യമായിട്ട് തന്നെ അറിയാം സണ്ണി ജോസഫ് ആരാണെന്ന് അറിയാം. പിന്നെ അദ്ദേഹം വലിയ ബഹളമുണ്ടാക്കാനോ ഞാനിങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് കാണിക്കാനോ അല്ലെങ്കിൽ സ്വയം നേതാവ് ചമയാനോ ഏതെങ്കിലും തരത്തിൽ ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികളെ വെച്ച് പണിയെടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ MA എന്നൊക്കെ പറയുന്നത് പോലെ സണ്ണി വക്കീൽ എന്നുള്ള ഇമേജ് സൃഷ്ടിക്കാനോ ഒന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് തന്നെയാണ്. അത് ഞങ്ങളുടെ പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് ഞങ്ങൾ അണികളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അവിടെ അതുപോലെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംശയാസ്പദമായ പല ആരോപണങ്ങളും ഉടെയും മുന നീളുന്നത് KC വേണുഗോപാലിലേക്കാണ്. അപ്പോൾ KC വേണുഗോപാലിനെ ആണ് ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അഴിച്ചുപണി ഉണ്ടായത് എന്നൊക്കെയുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്? അല്ല, ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ പിന്നെ ഇതിലൊന്നിലും തന്നെ ഇല്ലാത്ത വ്യക്തിപരമായി നോക്കൂ, നിങ്ങളുടെ ചാനലിൽ ഉദ്ദേശിച്ചത് നിങ്ങളെല്ലാ ഓൺലൈൻ ചാനലുകളും ചില ഇടതുപക്ഷ മാധ്യമങ്ങളും ചില വിരുദ്ധ മാധ്യമങ്ങളും കോൺഗ്രസ് വിരുദ്ധ മാധ്യമങ്ങളും ചില സംഘപരിവാർ മാധ്യമങ്ങളും എല്ലാവരും കൂടി എന്തിനാ KCക്കെതിരെ എങ്ങനെ തട്ടിക്കയറുന്നത്? നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്ത്യയിൽ കോൺഗ്രസ് നയിക്കുന്ന ശ്രീ KC വേണുഗോപാലിനെ കുത്തിച്ചാരി അടിച്ചാൽ
നിങ്ങളുടെ റേറ്റിംഗ് വല്ലാതെ കൂടും, മലയാളികൾ വല്ലാതെ ധാരണ വേണ്ട. ആ ധാരണയിൽ നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് നോക്കൂ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ എന്തർത്ഥത്തിലാണ് ശ്രീ കെ സി നിങ്ങൾ കുറ്റം? ഞാൻ പറഞ്ഞ എന്റെ വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമല്ല, ഞാൻ ചോദിച്ചു കെ സി വേണുഗോപാലാണ് മാറ്റിയത്. ഈ നെറേറ്റീവ് എവിടെന്നാ വന്നത്? ഈ നെറേറ്റീവ് ഇടതുപക്ഷത്തിന്റെ സന്ധിയാണ്. ഈ നെറേറ്റീവ് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. പിണറായി വിജയൻ ആക്ടിവിസ്റ്റുകളായ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു നെറേറ്റീവാണത്. എന്തിനാണത്? കെ സുധാകരനെ മാറ്റിയിരിക്കുന്നു. ഇത് ഈ പാർട്ടി ഒന്നാകെ ശ്രീ കെ സി വേണുഗോപാൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ കെ സിയുടെ മൊത്തത്തിലുള്ള ആധിപത്യമാണെന്ന് വരുത്തി അദ്ദേഹത്തെ അടിച്ച് വീണ്ടും ഇടതുപക്ഷത്തിന് എഡ്ജുണ്ടാക്കിയെടുക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമമാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രീ കെ സി വേണുഗോപാൽ ഇടപെട്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ എന്താണ്? പുതിയ തലമുറ വന്നു, പുതിയ തലമുറയുടെ വന്നല്ലോ. ആരാ വർക്കിംഗ് പ്രസിഡന്റുമാർ? കേരളത്തിലെ ഏറ്റവും വലിയ യുവജന ആവേശമായ ഈ ശൈലജ ടീച്ചറെ 1.25 ലക്ഷം വോട്ടിന് പരാജയപ്പെടുത്തിയ വടകരയിൽ നിന്നുള്ള MP, മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാഫി പറമ്പിൽ, 25 കൊല്ലക്കാലം കൊണ്ട് MLA, ഞങ്ങളുടെ ഏറ്റവും വലിയ പിന്നെ യുവജന നേതാക്കന്മാരിൽ പ്രധാനി വിഷ്ണു, നമ്മുടെ AP അനിൽകുമാർ, കേരളം മുഴുവൻ അറിയപ്പെടുന്ന KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, യുവജനങ്ങളുടെ ആവേശമായ സൗമ്യ സാന്നിധ്യമായ കുണ്ടറ MLA ശ്രീ PC വിഷ്ണുനാഥ്. നിങ്ങൾ നോക്കൂ, ഈ 25 കൊല്ലക്കാലത്തോളം 20 കൊല്ലക്കാലത്തുള്ള MLA, 2 കൊല്ലക്കാലത്തുള്ള MP, 2 കൊല്ലക്കാലത്തോളം മന്ത്രിയായിരുന്ന UDFന്റെ കൺവീനറായിട്ട് ശ്രീ അടൂർ പ്രകാശ്, എല്ലാ ഇക്വേഷനും പാലിച്ച് ഏറ്റവും പുതിയ മുഖങ്ങൾ, ചെറുപ്പക്കാർക്കും ബഹുജനങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖങ്ങൾ, കോൺഗ്രസിന്റെ ശബ്ദങ്ങൾ, എല്ലാ മേഖലയുടെയും പ്രാതിനിധ്യം, കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ്, എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യം, ഇങ്ങനെ ഉറപ്പുവരുത്തിയ ഏറ്റവും വലിയ ഒരു പുനഃസംഘടന ഇവിടെ ഇപ്പോൾ നടത്തി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞോ ഈ പുനഃസംഘടന നടത്തിയത് കെ സി വേണുഗോപാലാണ്? അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ഈ പുതിയ നേതൃത്വം എന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയേണ്ടതല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചത് മാധ്യമങ്ങളെയാണ്. ശരി, നിങ്ങൾ മാധ്യമങ്ങൾ അത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സൗകര്യപൂർവ്വം നല്ലതിനെ മറച്ചു വെച്ചിട്ട് ഇല്ലാത്തതിനെ പെരുപ്പിച്ചു കാട്ടി അങ്ങനെ ചെയ്യേണ്ട. പൊതുജന വികാരം എന്ന് പറയുമ്പോൾ സുധാകരനെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു നേതാവിനെ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇപ്പം കെ സി വേണുഗോപാലിനും ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എങ്ങനെയെങ്കിലും LDF ഭരണം ഒന്ന് മാറിക്കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ. ഒരുപക്ഷെ ഞങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. കാരണം ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെ ഒരു പേര് ഉയർന്നു വന്നതുകൊണ്ട് പൊതുജനവികാരമാണ് ഞാൻ ഈ പറഞ്ഞത്. അതൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് എടുക്കരുത്. മാത്രമല്ല ഇനിയൊരുള്ളൊരു കാര്യം അത് നമ്മുടെ ചേട്ടാ ഒന്ന് കട്ട് ചെയ്തോളേ. ഓക്കെ, വേണ്ട കട്ട് ചെയ്തോ, അവിടെ ഒന്ന് കട്ട് ചെയ്തോ. ഷബീറിനെ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഓക്കെ ഉണ്ടല്ലോ. ചോദിക്കില്ല. VM സുധീറിനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും തലമുറയിലുള്ളവർക്ക് സ്ഥാനങ്ങൾ കിട്ടിയില്ല, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി എന്നൊരു ധാരണ കൂടിയുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്, നിങ്ങളുടെ തന്നെ വാദം ശരിയാണെങ്കിൽ മുൻ KPCC അധ്യക്ഷന്മാരായി പ്രവർത്തിച്ചിരുന്ന പരിണിതപ്രജ്ഞനായ ആദർശധീരനായ ശ്രീ VM സുധീരൻ സാർ, അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു, മാറ്റപ്പെട്ടു. അദ്ദേഹം രാജിവെച്ച് പിടിച്ചതാണ്, മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നീട് ഒരു അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല, അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഈ കേരളത്തിൽ ദീർഘകാലം കണ്ണൂർ MPയും AICCയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ നിയന്ത്രിച്ചയാളും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ മുല്ലപ്പള്ളി സാർ ഈ സ്ഥാനമൊഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രവർത്തക സമിതിയിൽ അംഗത്വം കിട്ടിയില്ല. ശ്രദ്ധിക്കണം. ദീർഘകാലം KPCC അധ്യക്ഷനും UDF കൺവീനറുമായ ശ്രീ MM ഹസൻ സാർ ഒഴിഞ്ഞു. അദ്ദേഹത്തിനും കിട്ടിയിട്ടില്ല, വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗത്വം കിട്ടിയിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. 13 യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, NSUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, 13 സ്റ്റേറ്റുകളുടെ ചുമതലയുണ്ടായിരുന്ന AICC സെക്രട്ടറി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, 8.5 കൊല്ലക്കാലം KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ആ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പോസ്റ്റ് ഈ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവസാനം. അതേ പോസ്റ്റിലേക്കാണ് ആരെ നിയമിച്ചിരിക്കുന്നത്. അതേ പോസ്റ്റിലേക്കാണ് ഇപ്പൊ സ്ഥാനമൊഴിഞ്ഞ ബഹുമാനായ ശ്രീ കെ സുധാകരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുൻപൊരു കാലത്തും ഒരു KPCC പ്രസിഡന്റും കിട്ടാതിരുന്ന ഒരു നീതി ശ്രീ കെ സുധാകരന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തി. ഇത് മാത്രമല്ല, തെന്നല ബാലകൃഷ്ണപിള്ള സാറിനെ മാറ്റി എന്ന് ഉത്തരവ് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റുന്നത് പോലെ ആയിരുന്നില്ല, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, അദ്ദേഹത്തെ കൂടെ നിന്ന് യാത്രയാക്കി. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള പോരാട്ടത്തെ അദ്ദേഹത്തിൻ്റെ
എക്സിൽ പോസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ യാത്രയാക്കി, അദ്ദേഹത്തിന് പകരം സ്ഥാനവും നിയമിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. അല്ലാതെ അദ്ദേഹത്തെ വഴിയാതെ നമുക്കില്ല. അഥവാ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ശ്രീ കെ സുധാകരൻ അറിയുന്നവർക്കറിയാം, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ കേരളം മുഴുവൻ നാളുകളിലും ഉപയോഗിക്കാവുന്ന തരത്തിൽ ഉയർത്തുകയാണ് ചെയ്തത്, താഴ്ത്തുകയായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയണ്ടേ, ദേ മറ്റു KPCC അധ്യക്ഷന്മാർക്ക് കിട്ടാത്ത നീതി ശ്രീ കെ സുധാകരന് കിട്ടിയിട്ടുണ്ട്, മറ്റു KPCC അധ്യക്ഷന്മാർക്ക് കിട്ടാത്ത പദവി കെ സുധാകരന് കിട്ടിയിട്ടുണ്ട്. അല്ല, ഒരിക്കലും മറ്റു KPCC അധ്യക്ഷന്മാരെ മാറ്റിയപ്പോൾ കിട്ടാതിരുന്ന മാന്യതയും ബഹുമാന്യതയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. അത് ശ്രീ വേണുഗോപാലിനെ കൊണ്ട് കിട്ടിയതാണെന്ന് നിങ്ങൾ ഒരിക്കലും കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങൾക്ക് പ്രസക്തിയില്ല. അവർ ഓർക്കുന്നത് എന്താണ്, അവരെ സംബന്ധിക്കുന്ന വിഷയം. കാരണം UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലൊരു ജനങ്ങൾക്ക് വലിയ വിഷയമില്ലായിരുന്നു. കാരണം നമ്മുടെ കടബാധ്യത, സംസ്ഥാനത്തിൻ്റെ കടബാധ്യത തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അതിനുശേഷം വന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ തകർച്ച, എല്ലാ മേഖലകളും തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ഒരു UDFൻ്റെ ശക്തമായ തിരിച്ചുവരവ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊതുസമൂഹത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളിപ്പോൾ ശ്രീ കെ സുധാകരനെ കേരളം മുഴുവൻ ഉപയോഗിക്കാൻ പോവുക. ഞങ്ങളുടെ KPCC അധ്യക്ഷൻ സമ്പൂർണ്ണമായി പാർട്ടിയുടെ പുതിയ നവീകരണത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പുനഃസംഘടനയിൽ, പുതിയ തലമുറയിലേക്ക് അധികാരങ്ങൾ കൈമാറ്റപ്പെടുന്ന കാര്യത്തിൽ, പുതിയ തലമുറയെ ആകർഷിക്കുന്ന കാര്യത്തിൽ അവർ ടീമായിട്ട് KPCC വർക്ക് ചെയ്യും. ഞങ്ങൾക്ക് കേരളം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ശ്രീ കെ സുധാകരൻ. അദ്ദേഹത്തെ ഞങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കും. ശ്രീ അടൂർ പ്രകാശ് സാറിൻ്റെ നയതന്ത്രവും ചാരുതയും, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗും, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വീക്ഷണവും, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും. കൃത്യമായിട്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു പോരാടുന്ന പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രത്യേക ടീം, KPCCക്ക് സൗമ്യനായ സംഘാടകനായ ഒരു പ്രസിഡന്റ്, അദ്ദേഹത്തിനൊരു പ്രത്യേക ടീം, ഈ ടീം സംയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ശ്രീ KC വേണുഗോപാലിൻ്റെ കൂടി ആശീർവാദത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് കൃത്യമായി ഈ ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയും, ഞങ്ങൾക്ക് തുടർഭരണത്തിനെ ചെറുക്കാൻ പറ്റും, ഞങ്ങൾക്ക് UDFൻ്റെ ഭരണം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഉത്തമ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനൊരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് ശ്രീ KC ആണ്, ശ്രീ VD ആണ്, ശ്രീ കെ സുധാകരനാണ്, ശ്രീ സണ്ണി ജോസഫാണ്, ഈ ടീമാണ്. പക്ഷേ അപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയേക്കാവുന്ന പല വിഷയങ്ങളും ഉയർന്നു വന്നിട്ടും അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെയായിരിക്കണം, പ്രതിപക്ഷത്തെ നയിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് തന്നെ, ഇത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അതിന് രണ്ടായി തന്നെ കാണണം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് സഭയിലും ഗവൺമെൻറ്റിനുമെതിരായ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് K-ഫോണിൻ്റെ വിഷയത്തിലായിരുന്നാലും, റെയിലിൻ്റെ വിഷയത്തിലായിരുന്നാലും, അതുപോലെ തന്നെ അന്യായമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഇറക്കിവിടുന്ന കാര്യത്തിലായിരുന്നാലും, സാധുക്കളുടെയും പാവപ്പെട്ടവരുടെയും പെൻഷൻ അട്ടിമറിക്കുന്ന കാര്യത്തിലായിരുന്നാലും, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റെയും ഗവൺമെൻറ് സിൽബന്ധികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന സ്വജനപക്ഷപാതവും അഴിമതിയെക്കുറിച്ചായാലും, പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ചായിരുന്നാലും, ബന്ധുക്കളെയും സ്വന്തക്കാരെയും അതുപോലെ പാർട്ടി വിട്ട് വരുന്നവരെയും 80,000-85,000 രൂപ ശമ്പളത്തിൽ നിയമിക്കുന്നതിനെതിരായിട്ടായിരുന്നാലും, ഈ ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിച്ചുകൊണ്ട് PSC മെമ്പർമാരുടെയും അഡ്വക്കേറ്റ് ജനറൽമാരുടെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരുടെയും പ്രീഡർമാരുടെയും KV തോമസിൻ്റെയും ശമ്പളവും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിലായിരുന്നാലും, ഈ ധൂർത്തുകൾക്കെതിരെ നിരന്തര പോരാട്ടമാണ്. നിരന്തരമായി പോരാട്ടം നടത്തിക്കൊണ്ട് പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നേതാവാണ് ശ്രീ VD സതീശൻ. അദ്ദേഹം ഒരിക്കലും ഈ CPM-ആയിട്ട് സന്ധി ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ CPM നമ്മൾ ഒരു വിഷയത്തിൽ സമരത്തിൽ ഇറങ്ങുമ്പോഴേക്കും അടുത്ത കുഴപ്പം അവരുണ്ടാക്കിയിടുകയാണ്. അപ്പോൾ അതിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത കുഴപ്പം അവരുണ്ടാക്കിയിടുകയാണ്. എന്നിട്ട് 3-4 മാധ്യമങ്ങളെ, കേരളത്തിൽ എണ്ണപ്പെട്ട മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന 3-4 മാധ്യമങ്ങളെയും കേരളത്തിലെ 12-ൽ പരം വരുന്ന ഓൺലൈൻ ചാനലുകളെയും കൃത്യമായി തന്നെ PR ഏജൻസിയെ വെച്ച് വിലക്കെടുത്തിട്ടാണ് ഈ തുടർഭരണം എന്ന് പറയുന്ന നാരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ? 12-ൽ പരം ഓൺലൈൻ ചാനലുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർഭരണം, സർവേ, പുതിയ സർവേ വേണ്ടിയിട്ടാണോ? ഇടതുപക്ഷത്തിന് വേണ്ടി, പിണറായി വിജയൻ ഭരണം ഉണ്ടാകുന്ന വേണ്ടി. അവിടെ ഷബീറിന് ഒരു തെറ്റ് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ചാനലുകളെ കുറിച്ച്, അതായത് ക്രെഡിബിലിറ്റിയുള്ള, സമൂഹത്തിൽ വിശ്വാസ്യതയുള്ള, അല്ലെങ്കിൽ അത്രയും ജനപ്രീതിയുള്ള ചാനലുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളത് കാണാത്തതുകൊണ്ടാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അരിച്ചു പറക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടത്, ഞാൻ കണ്ടു എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കില്ല. ഞാൻ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നു, വീണ്ടും പിണറായി ഭരണം വരും, ക്യാപ്റ്റൻ എഗെയിൻ എന്നുള്ള ചെറിയ ഇതുണ്ടാക്കി ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി വീണ്ടും വരും എന്ന് വരുത്താൻ ബോധപൂർവം പുതിയ ചില സർവേ തട്ടിപ്പുകളുമായി
ഇടതുപക്ഷത്തിന്റെ ആഭിമുഖ്യമുള്ള ഓൺലൈൻ ചാനലുകളും ചില മാധ്യമ മേഖലയിലുള്ളവരും ശ്രമിക്കുന്നുണ്ട്. ഉണ്ടായിരിക്കും. അത് ഞങ്ങളെ കൂട്ടണ്ട. രണ്ട്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഖ്യധാരാ ചാനലുകൾ ഉണ്ടായിരിക്കും. ആ മുഖ്യധാരാ ചാനലുകൾ ചെയ്യുന്ന പണി ചെറുതല്ല. അവർ ചില എഡിറ്റോറിയൽ ബോർഡുകൾ കൂടിക്കൊണ്ട് നടത്തുന്ന ചില മുതലാളിമാരെയും വെച്ചുകൊണ്ട് നടത്തുന്ന ചില നീക്കങ്ങളുണ്ട്. തീർച്ചയായിട്ടും കേവല രാഷ്ട്രീയത്തിന്റെ ഒരർത്ഥവും മാനവും തിരിച്ചറിയാത്ത, ഇന്ന് വരെ ഒരു കൊടി പൊട്ടിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ ഒരു പാർട്ടി പ്രവർത്തകന്റെ വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതവും ത്യാഗവും അവന്റെ സഹനവും അവന്റെ പൈസ ഇല്ലായ്മയും അവന്റെ ദാരിദ്ര്യവും അവന്റെ ബുദ്ധിമുട്ടും അവന്റെ കുഞ്ഞുങ്ങളുടെ പ്രയാസവും തിരിച്ചറിഞ്ഞുകൂടാത്ത ചില മുതലാളിമാർ വന്നിരുന്ന് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കുക. ചില മുതലാളിമാരെ എഡിറ്റോറിയൽ ബോർഡിൽ കയറി ഇരുന്നുകൊണ്ട് ഞങ്ങളെ മര്യാദ ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പ്രകൃതിയെയും ഈ കാടിനെയും വെട്ടിത്തെളിച്ച്, മനസ്സിലായില്ലേ, അഭിനവ മുതലാളി ചമഞ്ഞ് വന്നിരുന്ന് കുറെ ആളുകളെ കൂടി കൊണ്ടുവന്നിരുത്തി ഞങ്ങളെ അങ്ങ് വല്ലാതെ അങ്ങ് തീർത്ത് കളയാം. ഇവിടെ വീണ്ടും ഇടതുപക്ഷം, വീണ്ടും പിണറായി വിജയൻ, കോൺഗ്രസ് തീർന്നു എന്ന് വരുത്താൻ മുഖ്യധാരാ മാധ്യമങ്ങൾ വഴി ശ്രമിക്കുന്നു. അവരുടെ ചില പ്രയോക്താക്കളായി ഈ ക്യാമറയും മൈക്കും ചൂണ്ടി ചില ആളുകൾ വരുന്നു. അവർ പറയുന്നു, ദേ തെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുന്നത് അത് SDP-യുടെ പിന്തുണയോട് കൂടി. മനസ്സിലാക്കണം നിങ്ങൾ. ചോദ്യം ഉന്നയിക്കുന്നതും അവർ തന്നെ, ഉത്തരം പറയുന്നതും അവർ തന്നെ. എന്നിട്ട് വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളിൽ SDP ആണ് ജയിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? സാമൂഹിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി. ചില എഡിറ്റോറിയൽ ബോർഡ് കൂടിയിട്ട് പറയാണ്, വീണ്ടും പിണറായി വിജയൻ വരുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു, കോൺഗ്രസ് ശിഥിലമായി, BJPക്ക് വല്ലാത്ത എഡ്ജ്. എന്തിനാണ് സാർ? ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇതെല്ലാം PR ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള വിലക്കെടുക്കലാണ്. ഇതെല്ലാം PR ഏജൻസിമാരെ വെച്ചുകൊണ്ട് കേരളത്തെ കൈകാര്യം ചെയ്യലാണ്. അവർ ജനങ്ങളെ മനസ്സിനും മനസാക്ഷിയും തിരിച്ചറിയാതെയുള്ള പഠനങ്ങളാണ്. അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. അതിനെതിരെ ഞങ്ങൾ നിരന്തരം പോരാട്ടം നടത്തും. അതുപോലെ തന്നെ കെ സുധാകരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്നാണ്. കേരളത്തിലെ ജനവും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ വരുതിക്കി നിർത്താൻ അദ്ദേഹം ഈ കഴിഞ്ഞ 9 വർഷങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇനി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞു. അത് ആരായിരിക്കാം? ഞാനൊന്ന് ഒരു വ്യക്തിപരമായി ചോദിക്കുകയാണ്. ആരായിരിക്കാം അടുത്ത് നിങ്ങൾ UDF-ന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാണുന്നത്? ഞങ്ങൾ ഒരു കാലത്തും, ഞങ്ങൾ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ കാലത്ത് പോലും ഇന്നയാളാണ് മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയിട്ടില്ല. 2001 തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ AK ആന്റണിയാവും മുഖ്യമന്ത്രി, ശ്രീമാൻ കെ കരുണാകരനാവും മുഖ്യമന്ത്രി എന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാലത്തും ഞങ്ങളാരെയും ഉയർത്തിക്കാട്ടിയിട്ടില്ല. അന്ന് ശ്രീമാൻ AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയായി. ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ വന്ന 2015 തെരഞ്ഞെടുപ്പിൽ ചില മാധ്യമങ്ങൾ പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവും. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനമെടുത്തു. ഞങ്ങൾ ഇനി വരാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റിൽ ഒരു ഭൂരിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ MLA-മാരുടെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷം ജനാധിപത്യപരമായി തന്നെ ഏറ്റവും അർഹതപ്പെട്ടയാളെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾക്കുണ്ട്, ആളുണ്ട്. ഞങ്ങൾക്ക് CPM-ന്റെ പിണറായി വിജയനേക്കാൾ ശക്തമായ ബോധമുള്ള, പൊതുവിവരമുള്ള, വീക്ഷണമുള്ള, പുതിയ കേരളത്തിൻ്റെ ആധുനിക സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് കൃത്യമായ വിവരമുള്ള ആളുകൾ ഞങ്ങളുടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞല്ലോ, ഇതൊരു ഏകഛത്രാധിപത്യമല്ല. ഇത് ഒന്നിലധികം ആളുകൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യരായവരുണ്ട്. അതിലാര് വേണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും പുതിയ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും തിരഞ്ഞെടുക്കും. അതിലെന്താ പ്രശ്നം? അതപ്പോഴല്ലേ. ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭരണമാണ്. തീർച്ചയായിട്ടും ഭരണം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനം, മുഖ്യമന്ത്രി ആര്, മുഖ്യമന്ത്രി, ഈ ചർച്ച പോലും ഇടതുപക്ഷത്തിന്റെ സൃഷ്ടിയാണ്. നിങ്ങളിൽ ഉണ്ടാക്കിയ കൺഫ്യൂഷനല്ലേ, അതുപോലും ഇടതുപക്ഷത്തിന്റെ സൃഷ്ടിയാണ്. ഇവിടെ ഇതിലെല്ലാത്തിന്റെയും കാരണക്കാരൻ KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന്റെ പുറകിൽ അവിടെ ഒരു ചോദ്യം ഞാൻ ഇടയ്ക്ക് കയറുകയാണ്. അതായത് KC വേണുഗോപാലിനെ ഉന്നം വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും, പല ഇടങ്ങളിൽ നിന്നും, പല മേഖലകളിൽ നിന്നും ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട്. അത് പ്രത്യക്ഷമായും പരോക്ഷമായും. എന്തുകൊണ്ടാണത്? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞുതരാം. ഇന്ത്യ രാജ്യത്തിൽ കോൺഗ്രസ് തകർത്തടിച്ചു എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു. 50 സീറ്റ് അപ്പുറം കിട്ടത്തില്ല, 350-400 സീറ്റ് BJPക്ക്. ആ ഘട്ടത്തിലാണ് ഫാസിസത്തെ ചെറുക്കാൻ വേണ്ടി ഭാരത് ജോഡോ എന്ന് പറയുന്ന ഒരാശയം ശ്രീ KC വേണുഗോപാലിന്റെ മനസ്സിൽ വിരിയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വിരിഞ്ഞ ആശയമാണ് ഇന്ത്യ മുഴുവൻ നടക്കുക, ഇന്ത്യ മുഴുവൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്യുക, കോൺഗ്രസ് പ്രവർത്തകരെയും ജനങ്ങളെയും സാധാരണക്കാരെയും നേരിട്ട് കാണുക, അവരെ ചേർത്ത് പിടിക്കുക, ഇന്ത്യയിൽ ഫാസിസത്തിന്റെ വേരിറക്കുക. ഈ ആശയം കൃത്യമായി കൊണ്ടുവന്നതും നടപ്പിലാക്കിയതും ശ്രീ KC വേണുഗോപാല. ഇപ്പൊ നിങ്ങൾക്കറിയാം, 103 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തുണ്ട്. ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തോ? ഒരു സർവേ പറഞ്ഞോ? പക്ഷേ 103. ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഒരു അല്പം പാളി. അത് ഞങ്ങൾ തെലങ്കാനയിലും കർണാടകയിലും മധ്യപ്രദേശിലും ആയിട്ട്, ഞങ്ങൾ ഹിമാചൽ പ്രദേശിലുമായി ഞങ്ങളുടെ ഒരു ചെറിയ കണക്കൂട്ടൽ, ബീഹാറിലുമായി
5 സ്റ്റേറ്റുകളിലായി ഞങ്ങളുടെ ചില കണക്കൂട്ടൽ പാടില്ലെങ്കിൽ ഇന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ലേ? അധികാരത്തിൽ വന്നാൽ അതിൻ്റെ പിന്നെ ഗുണഭോക്താക്കൾ ഈ രാജ്യമല്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഭാരത് ജോഡോ യാത്ര നടത്തി ഫാസിസത്തെ തടഞ്ഞത് കെ സി വേണുഗോപാലാണ്. ഇവിടെ CPM പറയുന്ന പോലെയും CPM അനുകൂല മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല. RSSനെ ചെറുത്തതാര്, ഫാസിസത്തെ ചെറുത്തതാര്, ഇന്ത്യയൊട്ടാകെ ഫാസിസത്തെ ചെറുത്തതാര് എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്നല്ല ഉത്തരം. ഇന്ത്യയൊട്ടാകെ ഫാസിസത്തെയും ഇന്ത്യയൊട്ടാകെ RSSനെയും ചെറുത്തത് ഭാരത് ജോഡോ യാത്രയാണെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ യാത്രയാണെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ കെ സി വേണുഗോപാലാണ്. ഇന്ത്യയൊട്ടാകെ ഫാസിസത്തെ ചെറുത്തത് ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ശ്വാസത്തിൽ ഉത്തരം നൽകാൻ കഴിയും. ഞങ്ങളുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ തന്ത്രവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര എന്ന ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ത്യാഗവുമാണ്. ആ ത്യാഗത്തിൻ്റെ പിറകിൽ കെ സിയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഫാസിസത്തെ ചെറുത്തതിൻ്റെ ഉദാഹരണം കെ സിയാണ്. കെ സിക്കെതിരെ RSSൻ്റെ സ്ലീപ്പർ സെല്ലുകളും ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 2, മണിപ്പൂരിൽ ഗോത്രവർഗ കലാപത്തിൻ്റെ മറവിൽ 1500 ക്രിസ്ത്യൻ പള്ളികളെ ചുട്ടരിച്ചു. 100 കണക്കിന് ആളുകളെ കാണാതായി. 10, 12, 13 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികൾ കൈകൾ പിറകിൽ വെച്ച് കെട്ടി അവരെ വെടിവെച്ച് തീർത്തു. പലരും ബലാത്കാരത്തിനിടയായി. ഇന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്നുവരെ അവിടെ പോയിട്ടില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇന്നുവരെ അവിടെ പോയിട്ടില്ല. അവിടെ പോയ ഒരാൾ രാഹുൽ ഗാന്ധിയുടെ കയ്യും പിടിച്ച് ഗോത്ര വെടിയുണ്ടകളെയും കവച്ചു വെച്ച്, തോക്കുകളെയും അകവച്ച്, സമരങ്ങളെയും അതിജീവിച്ച് കടന്നുപോയ ഒരാൾ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ കടിയും പിടിച്ച് പോകാൻ ധൈര്യം കാണിച്ചൊരാൾ കെ സി വേണുഗോപാലാണ്. ആ കെ സി വേണുഗോപാലിനോട് RSSന് ശത്രുത കാണില്ലേ? കാണില്ലേ? കാണും. ഇന്ത്യ രാജ്യത്ത് വഖഫ് ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചു. വഖഫ് ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഭരണഘടന കൊടുത്ത അവകാശത്തെ കവർന്നെടുത്ത് അവിടെ മറ്റു മതക്കാരെ കൂടി കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കാൻ ശ്രമിച്ച സുപ്രീം കോടതിയുടെ ചോദ്യങ്ങളുണ്ടായി. അന്നും ഒരു താല്പര്യവും നോക്കാതെ ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാ ബില്ല് പൈലറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ ആദ്യം സംസാരിച്ച നേതാവ് കെ സി വേണുഗോപാല. അമിത്ഷായ്ക്ക് വിരോധം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? ഉണ്ടാവും. ആന്ധ്രയും തെലങ്കാനയും പിടിക്കാൻ വേണ്ടി വല്ലാതെ ഫണ്ടിറക്കി. തെലങ്കാന പിടിച്ചെടുക്കാൻ വേണ്ടി BRSനെ കൂട്ടി വല്ലാതെ ഫണ്ടിറക്കി. രേവന്ത് റെഡ്ഡി എന്ന പുതിയ നേതാവിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് പണിയെടുപ്പിച്ച് അവിടെ തെലങ്കാന പിടിച്ചെടുത്തു. ഹിമാചൽ പ്രദേശ്, സുമേഷ് ജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിമാചൽ പ്രദേശിൽ 99% ഹിന്ദുക്കളുള്ള മണ്ഡല, ഹിന്ദുക്കളുള്ള സ്റ്റേറ്റാണ്, ദേവഭൂമിയാണ് അല്ലേ? അതെ. കൈലാസത്തിൻ്റെ താഴെയാണ് ഹിമാചൽ പ്രദേശ്. അവിടെ ഒരു ഭരണം ഉണ്ടാക്കി. ഞങ്ങൾ എങ്ങനെ ഭരണം ഉണ്ടാക്കി? ജനങ്ങളെ ചേർത്ത് പിടിച്ചു. ആരാ അതിൻ്റെ പിറകിൽ? കെ സി വേണുഗോപാല. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ അമിത്ഷാ എഴുന്നേറ്റാൽ ഇപ്പുറത്ത് എഴുന്നേൽക്കുന്നത് കെ സി വേണുഗോപാലാണ് എന്ന് വന്നപ്പോൾ, ഇന്ത്യ രാജ്യത്തിൽ അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ അവിടെ നിന്ന് ആദ്യത്തെ എതിർ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ കെ സി വേണുഗോപാലാണെന്ന് വന്നപ്പോൾ ഇന്ത്യയൊട്ടാകെ അമിത്ഷായെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ, കോർപ്പറേറ്റുകൾ, വ്യവസായികൾ, അവരുടെ താല്പര്യക്കാർ, മനസ്സിലായില്ലേ, സാമ്രാജ്യത്വവാദികൾ എല്ലാവരും കൂടി കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി കെ സി വേണുഗോപാലിനെ ഉടയ്ക്കുക. പക്ഷേ കെ സി വേണുഗോപാലിനെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക, അദ്ദേഹത്തിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക. ഇത് കുറെ കാലമായി നടക്കും. ഇത് ഞങ്ങൾക്ക് കോൺഗ്രസ് ശരി അതിൽ വഖഫ് ബില്ലിനെ കുറിച്ചും RSSന്റെ പരാമർശത്തെക്കുറിച്ചും താങ്കളുടെ പരാമർശത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതേക്കുറിച്ച് ഞാനിപ്പോൾ ഈ രീതിയിൽ പറയുന്നില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായിരുന്നത്. പക്ഷേ നമുക്ക് കേരളത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യുവജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള അല്ലെങ്കിൽ ശബരിനാഥനെ പോലെയുള്ള, അപ്പോൾ ശബരിനാഥനെ പറ്റി കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒക്കെ അറിയാമല്ലോ, അരുവിക്കര മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ കാലമായി പ്രവർത്തിച്ചിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ചിലർ ഉൾവലിഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു നിരാശ, അതൊരിക്കലും ഒരു കുറ്റപ്പെടുത്തലായിട്ട് കരുതരുത്, ഒരു നിരാശ ജനങ്ങൾക്കുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇത്ര ചെറുപ്പക്കാരെ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഉയർന്നു വന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിൻ പുറത്ത് മാത്രം പ്രസംഗിച്ചു നടന്ന ഏറ്റവും വലിയ ഒരു സാധു കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ അയൽവക്കക്കാരനല്ലേ ഞാൻ ആണല്ലോ. ഞാൻ ഇങ്ങനെ ഒരു തലത്തിൽ സംസ്ഥാന തലത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇല്ല. ഉയർത്തിയതാണ് പാർട്ടി. BRM ഷബീർ അല്ല ഉയർത്തിയത്, ഈ പാർട്ടി ഉയർത്തിയതാണ്. നിങ്ങൾ നോക്കൂ, അടൂരിലെ ഒരു അധ്യാപക ദമ്പതികളുടെ ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി, ഇപ്പോൾ പാലക്കാട് MLA ആയി. ഈ പാർട്ടിയുടെ മാധ്യമമുഖമായി ഉയർത്തിയതാണ് പാർട്ടി അല്ലേ? ആണല്ലോ. വെറും പാലക്കാട് MLA മാത്രമായിരുന്ന, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മാത്രമായിരുന്ന ഷാഫി പറമ്പിൽ ഇന്ന് കേരളത്തിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള നേതാവായിട്ട് ഉയർത്തി.
ഉയർത്തിയതാണ് പാർട്ടി ആണല്ലോ. അതെ. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇങ്ങ് എറണാകുളത്ത് ഞങ്ങളുടെ DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ എത്ര നേതാക്കന്മാർ, എത്രയോ ആളുകൾ, പുതിയ പുതിയ ആളുകൾ എന്ത് കടന്നു വന്നു. നമ്മുടെ മാധ്യമരംഗം നോക്ക്, എത്ര പുതിയ ചർച്ചക്കാർ വന്നു. ജിൻഡോ ജോണിനെ പോലുള്ള പുതിയ ചെറുപ്പക്കാർ വന്നില്ലേ? വന്നില്ലേ? നൗഷാദ് അലിയെ പോലെ വടക്കൻ മലബാറിൽ നിന്ന് ആളുകൾ വന്നില്ലേ? നൗഷാദ് അലിയെ പോലുള്ള ആളുകൾ വന്നില്ലേ? അപ്പൊ എത്ര ആളുകൾ, പുതിയ മാധ്യമ വിഭാഗം വന്നു, പുതിയ ചെറുപ്പക്കാർ വന്നു. ഒറ്റ നൊടിയിൽ 20-25 ചെറുപ്പക്കാരെ എല്ലാ വിഭാഗത്തു നിന്നുമായിട്ട് ഉയർത്താവുന്ന തരത്തിലേക്ക് ഇത് ക്രമീകരിച്ചില്ലേ? അക്ഷരാർത്ഥത്തിൽ തലമുറ മാറ്റം വന്നില്ലേ? അതിന്റെ പിന്നിൽ KC ഉൾപ്പെടെയുള്ള VD ഉൾപ്പെടെയുള്ള ഈ നേതാക്കന്മാരല്ലേ? അതെ. അല്ല, അതൊരിക്കലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ചിലർ, അതായത് ജനപ്രീതിയുള്ള ചിലർ പിൻവലിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നിരാശ, അതാണ് ഞാൻ പറഞ്ഞത്. നിരാശ എന്നൊരു പദം ഞാൻ ഉപയോഗിച്ചത്. നിരാശയുടെ പ്രശ്നമില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാം. ഇപ്പോൾ നിങ്ങൾ ശബരിനാഥനെ കുറിച്ച് പറഞ്ഞു. നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് അത്യാവശ്യം ലോകപരമുള്ള, നന്നായി വായിക്കുന്ന, അയാൾ രാഷ്ട്രീയത്തിൽ പിന്നെ കാർത്തിക സാർ മരിച്ചപ്പോൾ അദ്ദേഹം ടാറ്റയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന് കൃത്യമായ അവസരം നമ്മൾ ഈ പാർട്ടി കൊടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി. ഞങ്ങളുടെ A ക്ലാസ് മണ്ഡലമാണ് അരുവിക്കര, അറിയാലോ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെ 10 സീറ്റ് ജയിച്ചാലും അതിലൊന്ന് ജയിക്കാവുന്ന മണ്ഡലം. എല്ലായിടത്തും പാർട്ടി സംവിധാനമുള്ള മണ്ഡലം. തോൽവിക്ക് ഞാൻ ഉൾപ്പെടെ പലരും തോറ്റല്ലോ. തോൽവിക്ക് പല കാരണങ്ങൾ. അതുപോലെയല്ല അരുവിക്കര മണ്ഡലത്തിന്റെ തോൽവി അങ്ങനെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? പല കാരണങ്ങളുണ്ട്. പക്ഷേ അവസരം കിട്ടിയെന്നുള്ളതാണ്. അത് ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് മണ്ഡലത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. അതിലാരെയും മാറ്റി നിർത്താൻ പ്രശ്നം കോൺഗ്രസ് ഇല്ല. പിന്നെ മാത്യു കുഴൽനാടൻ, അദ്ദേഹത്തിനെ ഒഴിവാക്കി എന്നുള്ളൊരു പരാമർശം കൂടി ഉണ്ട്. എവിടെ ഒഴിവാക്കിയത്? അദ്ദേഹത്തിന് ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞ 5 കൊല്ലക്കാലം MLA ആയിരുന്നതിന് ശേഷം ആ മണ്ഡലത്തിൽ നിസ്സാര വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ അവിടെ ഓഫീസ് എടുത്ത് രാവും പകലും പണിയെടുത്ത നേതാവാണ് ശ്രീ ജോസഫ് വാഴക്കൻ. ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടാണ് കോൺഗ്രസ് ശ്രീ മാത്യു കുഴൽനാടനെ മൂവാറ്റുപുഴ പോലെ ഞങ്ങളുടെ ഒരു വലിയ മണ്ഡലം കൊടുത്തത്. അദ്ദേഹം ഇവിടെ നിന്ന് MLA ആയി. ശ്രീ VD സതീശൻ സാറിനെയോ രമേശ് ചെന്നിത്തല സാറിനെയോ മാറ്റി നിർത്തിയാൽ കേരളത്തിൽ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ അവസരം കൊടുത്ത് വളർത്തുന്നത് ശ്രീ മാത്യു കുഴൽനാടനെ. അദ്ദേഹത്തിനെയൊക്കെ ഞങ്ങൾ വളർത്തുകയാണ്. എത്ര ചെറുപ്പക്കാരാണ് നമുക്ക് അവസരം കൊടുക്കുന്നത്? നിങ്ങൾ നോക്ക്, നമ്മുടെ ഓരോ പുനഃസംഘടനകൾ എടുത്ത് നോക്ക്. ആ പുനഃസംഘടനയിലെല്ലാം ആരും നിർദ്ദേശിക്കാത്ത പേരുകൾ. ശ്രദ്ധിച്ചു കേട്ടോ. നിയമസഭയിലായിരുന്നാലും പാർട്ടി സ്ഥാനങ്ങളിലായിരുന്നാലും പേര് പറയാൻ ഗോഡ് ഫാദർമാരില്ലാത്ത 10-15 കൂടുതൽ ചെറുപ്പക്കാർ, അവരെല്ലാം നേതൃനിരയിലേക്ക് കടന്നു വന്നത് ആരുടെ ശുപാർശ പുറത്താണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, അത് മുകളിൽ KC ആണ്, ഇവിടുത്തെ നേതൃത്വമാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് കണ്ടെത്തി അവതരിപ്പിക്കുന്നതാണ്, കണ്ടെത്തി വളർത്തുന്നതാണ്. അതായത് അതുകൂടി കാണണം. അതെ, തീർച്ചയായിട്ടും. ഇനി വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള മുന്നോടിയായിട്ടുള്ള തന്ത്രമായിട്ടാണോ ഈ ഒരു അഴിച്ചുപണി പെട്ടെന്ന് നടന്നത്? ഇനിയിപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ തക്ക വിധം ഞങ്ങൾ അറിയാലോ, കനകലു എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനുമപ്പുറം ഞങ്ങൾ ജനങ്ങളെ പഠിക്കാൻ KPCC തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, ഏറ്റവും ആപ്റ്റ് കാൻഡിഡേറ്റുകൾ വരും, സർവ്വതല സ്പർശിയായ കാൻഡിഡേറ്റുകൾ വരും, ആളുകൾക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റുകൾ വരും, ചെറുപ്പക്കാരായ കാൻഡിഡേറ്റുകൾ വരും. പല മണ്ഡലങ്ങൾ മന്ത്രിമാരുൾപ്പെടെ പരാജയപ്പെടും. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന നെടുമങ്ങാടില്ലേ, ഈ ഇരിക്കുന്ന നെടുമങ്ങാട് മന്ത്രി മണ്ഡലമാണ്. ഇവിടെ മന്ത്രി തോക്കും, ഉറപ്പാണ്. ഈ മന്ത്രി തോക്കും. ഇങ്ങനെ പല മന്ത്രിമാരും ഇവിടെ തോക്കും. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു സീപ്പിംഗ് മാർജിനിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരും, UDF തിരിച്ചു വരും. ഉറപ്പ്. കാരണം ജനങ്ങൾക്ക് ഇനി സഹിക്കാൻ പറ്റില്ല സാർ. നിങ്ങൾ ഈ അംഗൻവാടി ജീവനക്കാർ 10-15-90 ദിവസമായിട്ട് സമരം ചെയ്യുന്ന പാവങ്ങൾ, 325 രൂപയ്ക്ക് വേണ്ടി നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന പാവങ്ങളെ ഒന്ന് വിളിച്ചൊന്ന് കേൾക്കാൻ തയ്യാറാത്ത ഭരണകൂടത്തിന് ഇവിടുത്തെ പാവങ്ങൾ ഒട്ടിയോ? ഹാൾ ടിക്കറ്റുകൾ വലിച്ചു കീറി ഉപ്പ് കല്ലിൽ ചവിട്ടി എന്ന് സമരം ചെയ്ത പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള കുറെ പാവപ്പെട്ട ചെറുപ്പക്കാരികൾ, സഹോദരിമാർ, അവർ ശപിച്ചുകൊണ്ടാണ് ഇറങ്ങി ഇവിടെ നിന്ന് പോയത്. ശരിയല്ലേ? തീർച്ചയായും. നിർമ്മാണ തൊഴിലാളികൾ, പിന്നെ വൻകിട കെട്ടിടങ്ങളിൽ മുകളിൽ നിന്നുകൊണ്ട് ജീവൻ പണയം. അവിടെ നിന്ന് പറഞ്ഞോട്ടെ, എൻ്റെ അച്ഛൻ അറിയാലോ, അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിലാളിയാണ്.
അവർ 36 മാസത്തെ ക്ഷേമ പെൻഷനാണ് അടയ്ക്കാനുള്ളത്. അവരടയ്ക്കുന്ന പൈസ അവരടയ്ക്കുന്ന പൈസയിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധിക്കണം. 1690 കോടി രൂപ സർക്കാർ അവരുടെ ഖജനാവിലേക്ക് വലിച്ചു. ക്ഷേമനിധിയിൽ നിങ്ങളെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ അടച്ച, മേശന്മാർ അടച്ച ക്ഷേമനിധി പൈസ എടുത്ത് ഖജനാവിലേക്ക് സ്വരുകൂട്ടി. എന്നിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി നോക്ക്, അവിടെ സ്ട്രെന്ത് ഇല്ല. ഹൃദയ ശസ്ത്രക്രിയയുടെ സ്ട്രെന്ത് ഇല്ല. സ്ട്രെന്ത് കമ്പനി സ്ട്രെന്ത് കൊടുക്കുന്നില്ല പൈസ അടയ്ക്കാത്തതുകൊണ്ട്. ദിവസം ഒരു 12 രോഗികളെങ്കിലും മരിച്ചുകൊണ്ടിരിക്കുക, ഹാർട്ട് ബ്ലോക്കായി മരിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്താൻ പൈസ ഇല്ല. ആശുപത്രികളിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾക്കറിയോ, കൊച്ചു മറ്റേ ഒരു വലിയ ബ്രെഡും 1 ലിറ്റർ പാലും ഇപ്പോൾ ഉണ്ടോ? ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന പിന്നെ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞിട്ട് ആ യന്ത്രം മാറ്റിവെച്ച് ഒന്ന് ചെവി കേട്ടുകൂടാത്ത മക്കൾക്ക് ആ യന്ത്രം ഒന്ന് മാറ്റിവെക്കാത്ത ഒറ്റ കാരണത്താൽ ആ മക്കൾ ഇപ്പോൾ വീണ്ടും സംസാരിക്കാതായിട്ടുണ്ട്. പൈസ കൊടുത്തോ? ഹെഡ് മാസ്റ്റർമാർക്ക്, നിങ്ങൾ ആലോചിക്കണം, ഹെഡ് മാസ്റ്റർ പദവി വേണ്ടാന്ന് എഴുതി കൊടുക്കുകയാണ്. കാരണം കയ്യിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത്, മുട്ടയും പാലും കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഹെഡ് മാസ്റ്റർമാർ പറയുന്നത് ഞങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ പദവി വേണ്ട, ഞങ്ങൾ സീനിയർ അധ്യാപകരായിട്ടിരുന്നോളാം. നാട് മുഴുവൻ അരക്ഷിതാവസ്ഥയാണ്. നിങ്ങളിപ്പോൾ ഈ നെടുമങ്ങാട് ടൗണിലൂടെ കറങ്ങി നോക്ക്, പല കടകളിലും കച്ചവടമില്ല. കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായിരുന്ന കച്ചവടത്തിൻ്റെ 4-1 സകല ആട്ടോയും പെറ്റിയാണ്, സകല കടകൾക്കും ടാക്സാണ്. 2 ലിറ്റർ വെച്ച് 1 ലിറ്റർ പിന്നെ പെട്രോളിന് 2 രൂപ വെച്ച് സെസ് ഏർപ്പെടുന്നുണ്ട്. ഒരിടത്തും പെൻഷൻ കൊടുക്കുന്നില്ല. തട്ടിപ്പാണ്. തൊഴിലില്ല. ലൈഫ് ഭവന പദ്ധതി മരവിച്ചു. 10 കൊല്ലക്കാലം ഭരിക്കാൻ അവസരം കിട്ടി. 4,46,000 വീടാ. 4,46,000 മുകളിലാണ് ഉമ്മൻചാണ്ടി സാർ 5 കൊല്ലം കൊണ്ട് കൊടുത്ത വീടുകൾ. നിയമസഭയിൽ വന്ന കണക്കാ. എല്ലാ മേഖലയും സ്തംഭിച്ചില്ലേ? ഒരു 5 സെന്റ് സ്ഥലം വിറ്റാൽ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാമായിരുന്നു. ഇന്ന് സ്ഥലം വിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, സകല ചെലവുകൾ, വെള്ളക്കരം, വൈദ്യുതി ചാർജ്, ഭൂമി 4,400 കോടി രൂപയുടെ ടാക്സ് വർദ്ധിപ്പിച്ചു. വെള്ളക്കരം മാത്രമല്ല, നിങ്ങൾ കറണ്ട് ചാർജ് അടയ്ക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല. കറണ്ട് ചാർജ് ഓരോ മാസവും 200-300 രൂപ നിങ്ങൾ അറിയാതെ കൂട്ടി വെക്കുകയാണ്. ചോദിക്കാൻ പറയുന്ന ആളുണ്ടോ? നമ്മൾ അത്യാവശ്യത്തിന് ബാങ്കിൽ പണയം വെക്കാൻ പോയാൽ പോലും 200 രൂപയുടെ മുദ്രപത്രം വാങ്ങണം. ഏറ്റവും കൂടുതൽ ജപ്തി നടന്ന കാലഘട്ടം ഇതാ. ഏറ്റവും കൂടുതൽ റിക്കവറി നടന്ന കാലഘട്ടം ഇതാ. ജനങ്ങൾ തെരുവിലാണ്. സത്യം പറഞ്ഞ ജനങ്ങൾ സഹിച്ച് അവരൊക്കെ ഇനി നടക്കില്ല. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. 1 കിലോ അരിയുടെ വില എത്രയാണ്? ശമ്പളം കൂടുന്നുണ്ടോ? സർക്കാർ ജീവനക്കാർ എല്ലാ കാലത്തും CPM വോട്ട് ബാങ്കല്ലേ, വോട്ട് കുത്തികളല്ലേ. ഉമ്മൻചാണ്ടി 2 ശമ്പള പരിഷ്കരണം കൊടുത്തു, DA കൊടുത്തു. ഇപ്പോഴോ 31% DA കുടിശ്ശിക. ഒരു സർക്കാർ ജീവനക്കാർ ഇവർ കോട്ട് ചെയ്യുമോ? ഒരു തൊഴിലാളി ഇവർ കോട്ട് ചെയ്യുമോ? നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വാടക കൊടുത്തിട്ടില്ല. അടങ്ങുന്നില്ല. അവിടെ ഇപ്പോൾ വലിയ കെങ്കേയമായിട്ട് ഉദ്ഘാടനം നടത്താൻ പോയി. മുസ്ലിം ലീഗ് അവിടെ വീട് വെച്ച് കൊടുക്കാൻ തുടങ്ങുമെന്ന് കണ്ടപ്പോൾ ചെന്നൊരു ഉദ്ഘാടനം നടത്തി വെച്ചു. എല്ലാം കൊടുത്തു. മിനിഞ്ഞാന്ന് വന്ന വാർത്തയാണ്, വാടക കൊടുക്കുന്നില്ല, വാടക കുടിശ്ശികയായി. നിങ്ങൾ നോക്ക്, ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം മകളെയും പിന്നെ ചെറുകുട്ടിയെയും മരുമോനെ എല്ലാം കൂടെ കുറ്റി ഉന്നതതല യോഗം വിഴിഞ്ഞത്ത് കൂടുന്നു. PK ശ്രീമതിയോട് നിങ്ങൾ സംസ്ഥാന സെക്രട്ടറി മെമ്പറല്ല, നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി മെമ്പർ, ഇവിടെ ഇരിക്കാൻ പാടില്ല, അനൗചിത്യമാണ് എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന അത്തരം പിണറായി വിജയന്റെ അത്തരം നിലപാടുകൾ UDF ഗുണം ചെയ്യില്ലേ? ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയല്ലോ, ഞാൻ കേരളം മുഴുവൻ ഓടിയിടത്ത് പ്രസംഗിക്കുന്നതാണ്. ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നുണ്ട്, ഇതെല്ലായിടത്തും പറയുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അവർ തക്കം പറത്തിരിക്കുകയാണ്. ഏത് മിനിറ്റിലും ഇതിനെ തീർക്കാൻ, പിണറായി വിജയന്റെ ഗവൺമെന്റിനെ തീർക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തും. ഞങ്ങളും കൂടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞങ്ങൾ സൈലൻ്റായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് പൂർത്തിയാവും. അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ പോകുന്നത് KC വേണുഗോപാൽ. ഒരു കാര്യം എടുത്ത് പറയാതെ വയ്യ. കാരണം ലീഡർക്ക് ശേഷം ലീഡർ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തൊരു നേതാവാണ്. പല KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ കൈപിടിച്ചു കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതുപോലെ അതിനുശേഷം KC വേണുഗോപാലാണ് ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം കൊടുത്തത് എന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയില്ല. അല്ല, ഇന്ന് ലീഡർഷിപ്പ് K കരുണാകരനായിരുന്നു കേരളത്തിൽ ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രയോക്താവ്. ബഹുമാന്യ KC ഉൾപ്പെടെ, G കാർത്തികൻ ഉൾപ്പെടെ, ശ്രീ രമേശ് ചെന്നിത്തല സാർ ഉൾപ്പെടെ മുഴുവൻ തലമുറയും, കേരളത്തിൽ തിരുവനന്തപുരത്ത് ശ്രീ VS ശിവകുമാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും പിന്നെ ശ്രീ K കരുണാകരൻ്റെ പ്രോഡക്റ്റുകളായിരുന്നു. അതിനുശേഷം ഇത്രയേറെ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടിയൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ അവരുടെ കഴിവുകളെ കണ്ടെത്തി വളർത്തി ഓരോ സ്ഥലങ്ങളിലും അവരെ പോസ്റ്റ് ചെയ്യുന്നതിൽ, അവരെ വളർത്തിയെടുക്കുന്നതിൽ, അവരെ MLA-മാരാക്കുന്നതിൽ, അവരെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കുന്നതിൽ, അവരെ KPCC-യിൽ കൊണ്ടുവരുന്നതിൽ, അവരെ മീഡിയയിൽ കൊണ്ടുവരുന്നതിൽ എല്ലാം ഏറ്റവും കൂടുതൽ യുവതലമുറയെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെയാൾ KC വേണുഗോപാലാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം കണ്ടെത്തി. അതവരങ്ങോട്ട് പോയി പറഞ്ഞിട്ടൊന്നുമില്ല. കണ്ടെത്തി, കഴിവിനനുസരിച്ച് കണ്ടെത്തി വളർത്തി പ്ലേസ്മെൻറ്റ് കൊടുത്ത് അവരെ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ലീഡർ ശ്രീ K കരുണാകരന് ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരിൽ ഒരാൾ
KC ആണ്. KC വേണുഗോപാലാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ശശി തരൂർ അത് എപ്പോഴും ഒരു അദ്ദേഹത്തെക്കുറിച്ച് കോൺഗ്രസിൽ നിന്ന് തെറ്റി കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. താങ്കൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ? അദ്ദേഹം ഒരു സാമ്പ്രദായിക കോൺഗ്രസ്സുകാരനല്ലല്ലോ. KS യൂത്ത് കോൺഗ്രസ് വഴി പാർട്ടിയുടെ ചട്ടക്കൂടും പാർട്ടിയുടെ വിശാലമായ അർത്ഥവും കൃത്യമായി ഗണിച്ചെടുത്തുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മാനാണ്. അപ്പം അദ്ദേഹം കുറച്ചുകൂടി പാർട്ടിക്ക് വിധേയനാവണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ലേബലിൽ വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി BJP ഗവൺമെൻറ് നിർദ്ദേശിച്ചപ്പോൾ പോണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്, അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹം തിരിച്ചറിയണം. തൻ്റെ പാർട്ടി സൽമാൻ ഖുർഷിദിനെ വിളിച്ചു. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ശ്രീ സൽമാൻ ഖുർഷിദിനെ പോലുള്ള ഒരു വിദേശകാര്യ വിദഗ്ധനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാർട്ടി പേര് കൊടുത്താൽ ഞാൻ വരാം. ആ കാര്യങ്ങൾ കുറച്ച് ശശിധരൻ കൂടി മനസ്സിലാക്കണം. അദ്ദേഹം ഇതിനൊക്കെ അനുയോജ്യനായാണ്. പക്ഷെ പാർട്ടിക്ക് വിധേയമാവുക, പാർട്ടിയാവുക, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പരിവേഷത്തിനും അപ്പുറം കോൺഗ്രസ്സുകാരൻ കൂടിയായി മാറുന്നതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. എന്തായാലും താങ്കളുടെ ഒരു പരാമർശം കേരള ജനത ഇത് കാണുന്ന പ്രേക്ഷകരെ ഒന്നും ഉറക്കില്ല. കാരണം എഗെയിൻ പിണറായി ആ ഒരു പ്രയോഗം എന്തായാലും ജനങ്ങൾ ഒരിക്കലും എഗെയിൻ പിണറായി എന്നുള്ളത് നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട. ഇനി ഞാൻ ഇപ്പോൾ സംശയിക്കുന്നത് അങ്ങനെയല്ല. കേരളത്തിൽ CPM-ന്റെ എണ്ണപ്പെട്ട കേഡർമാർ, അവരുടെ വോട്ട് ബേസ്, അവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സമുദായങ്ങൾ ഒന്നും രണ്ടൊന്നുമല്ല, ഒന്നാകെ BJP-യിലേക്ക് പോവുകയാണ്. ഞങ്ങളെ വോട്ട് ബാങ്ക് ചോർന്നിട്ടില്ല. ചോർന്നത് മുഴുവൻ ആറ്റിങ്ങലിൽ, ആലപ്പുഴയിൽ, അന്തിക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ CPM-ന്റെ വോട്ട് ബേസുകൾ ഏതായിരുന്നോ അതെല്ലാം ഒന്നാകെ BJP ആയി. വരാൻ പോകുന്ന ബംഗാളിൽ CPM കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ വാടകയ്ക്ക് കൊടുക്കേണ്ടി വന്ന പോലെ നിങ്ങൾ നോക്കിയോ 10 കൊല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ CPM ഒന്നാകെ BJP ആയി മാറും. അന്നും കോൺഗ്രസ് ഇവിടെ കാണും. കാരണം കോൺഗ്രസിൻ്റെ ബേസിലേക്ക് കയറാൻ ഒരിക്കലും BJP കഴിയില്ല. അത് RSS ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും KC വേണുഗോപാലിനെതിരെ പുനഃസംഘടനയ്ക്ക് ശേഷം KC വേണുഗോപാലിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യക്തത ഇപ്പോൾ ശ്രീ BRM ഷഫീർ വരുത്തി എന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്തായാലും ഇനിയൊരു തുടർഭരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.